ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ആസ് യൂഷ്വൽ മലയാളം സീസൺ 7 ബിഗ് ബോസ് ഡേ 74ൻ്റെ റിവ്യൂ ആയിട്ടാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ കണ്ടത് എന്താ പറയുക, വീക്കിലി ടാസ്കിൻ്റെ പാർട്ടായിട്ട് സെക്കൻഡ് ഡേ ആയിരുന്നു. അത് പാവകളെ ഇതായിട്ട് പാവശാസ്ത്രം എന്ന് പറഞ്ഞിട്ടൊരു ടാസ്ക് ആയിരുന്നു നമ്മൾ ഇന്നലെ കണ്ടിരുന്നത്. അപ്പോൾ ആ ടാസ്കിനകത്ത് എനിക്ക് തോന്നുന്നു അത്യാവശ്യം നന്നായിട്ട് എല്ലാവരും എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് പേര് മാത്രം നന്നായിട്ട് കളിച്ചിട്ടുള്ളൂ. കാരണം കുറച്ച് പേര് അത് കളക്ട് ചെയ്യാൻ പറ്റാണ്ട് ഇപ്പോൾ ഷാനവാസിനെ പോലെയുള്ള ആൾക്കാർ മാറി നിന്നിട്ടുണ്ട്. ആദ്യത്തെ ചില എല്ലാം എനിക്കൊന്നും ഷാനവാസ് 3 റൗണ്ടിലും മാറി നിന്നിട്ടുണ്ട്. നന്നായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ട് ഇത് ഗെയിം കളിച്ചത് എനിക്ക് തോന്നുന്നു അനീഷ്, പിന്നെ അനുമോള്, പിന്നെ അക്ബർ, ആര്യൻ ഇവരൊക്കെയാണ് നന്നായി കളിച്ചിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു അനീഷും അക്ബറൊക്കെയാണ് നന്നായി കളിച്ചിട്ടുള്ളത്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് റൗണ്ടിൽ കഴിഞ്ഞപ്പോൾ അനുമോൾ ഒരു ഇഷ്യൂ ഉണ്ടാക്കിയിരുന്നു. അക്ബർ നന്നായിട്ട് അക്ബറിൻ്റെ ആ ഹൈറ്റും വെയിറ്റും എല്ലാം കാരണം അനുമോളുടെ ബാക്കിലായിരുന്നു. അപ്പോൾ ആ ഒരു ഗെയിമിൻ്റെ ഇടയ്ക്ക് അനുമോളുടെ എന്താ പറയുക മേത്ത് ഫുള്ളായിട്ട് വെയിറ്റ് താങ്ങി അങ്ങനെ കുറേ ഇഷ്യൂസ് എന്തൊക്കെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇതൊരു ഫിസിക്കൽ ടാസ്ക് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും ഗെയിം ഇതിലാക്കുമ്പോൾ അങ്ങനെ ഉണ്ടാവും. കാരണം ഇപ്പം അവർക്ക് കളക്ട് ചെയ്യണമെങ്കിൽ അവരുടെ ആ ഗെയിമിൻ്റെ ആ ഒരു ഇതിൽ അവർ വേറൊന്നും നോക്കില്ല, മുമ്പിൽ ആരാ നിൽക്കുന്നതെന്നൊന്നും. അപ്പോൾ മേ ബി ചിലപ്പോൾ അക്ബർ കുറച്ച് കൂടുതൽ ഫോഴ്സായിട്ട് നിന്നിട്ടുണ്ടാവുമായിരിക്കും. വേറെ ഇപ്പോൾ ആര്യൻ പറഞ്ഞിരുന്നു, ആരെയും എന്താ പറയുക ഫിസിക്കലി ഇത് ചെയ്തിട്ടില്ല, അല്ലാണ്ട് തന്നെയാണ് ആരെയും കളക്ട് ചെയ്തത് എന്നുള്ളത്. അത് ആര്യൻ പക്ഷെ കുറച്ചും കൂടെ തിന്നും ഇതുമാണ് അക്ബറിനെക്കാട്ടിലും ബോഡി ഇത് വെച്ച് നോക്കുമ്പോൾ. എന്താണെങ്കിലും അത് വലിയൊരു ഇഷ്യൂ ആക്കിയിട്ട് അനുമോട് കുറേ കാര്യങ്ങൾ ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് സെക്കൻഡ് റൗണ്ട് ആക്കിയപ്പോൾ സെക്കൻഡ് റൗണ്ടിൽ തേർഡ് റൗണ്ടിലാണ് മറ്റോ തോന്നുന്നു, സെക്കൻഡ് റൗണ്ടിൽ അനീഷ് പറഞ്ഞിരുന്നു അക്ബർ നന്നായിട്ട് ഫോഴ്സ് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. അനീഷ് എന്തോ ഒരു അത്ര വലിയൊരു ഇഷ്യൂ ആക്കിയില്ലെങ്കിലും ചെറുതായിട്ട് പറഞ്ഞിരുന്നു. പിന്നെ തേർഡ് റൗണ്ടിലാണ് തോന്നുന്നു അനുമോള് നവീനെ എന്താ വെച്ചാൽ അനുമോളുടെ പാവേനെ എന്തോ കയ്യിൽ നിന്ന് പിടിച്ച് മാറ്റി എടുത്തു അങ്ങനെന്തോ പറഞ്ഞപ്പോൾ നവീനെ മാന്തി എന്നൊക്കെ പറഞ്ഞിട്ട് നവീൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞപ്പോൾ അനുമോള് പറഞ്ഞിരുന്നു എൻ്റെ മേത്ത് ഇങ്ങനെ കൂടുതലും ചാഞ്ഞു, അത് കാരണം എനിക്ക് ബോഡി വെയിറ്റ് ഫുള്ളും എൻ്റെ മേത്ത് വന്നു പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലും ഇഷ്യൂ ആക്കിയിരുന്ന അനുമോള് തേർഡ് റൗണ്ടിലാക്കിയപ്പോൾ നവീനെ ഭയങ്കരമായിട്ട് ഫിസിക്കലി അസോൾട്ട് ചെയ്യുക ചെയ്തിരിക്കുന്നത്. കാരണം ഇപ്പം മാന്തി പിച്ചി എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം റാഷസും അതൊക്കെ വന്നിട്ടുണ്ട് ബോഡിയിൽ. അപ്പോൾ അത് ശരിക്കും ഒരു ഫിസിക്കൽ അസോൾട്ടാണ്. അപ്പോൾ അനുമോളുടെ മേത്ത് ആർക്കും ചെയ്യാൻ പാടില്ല, അനുമോളെ അനുമോൾക്ക് ആരെയും വേദനിപ്പിക്കുക എന്നുള്ള ഒരു ഇതുപോലെ തോന്നി എനിക്ക് ആ ഒരു ടാസ്കിൽ. എന്താണെങ്കിലും അക്ബർ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഒക്കെ എടുത്തൊരു സാധനം അതിൽ ആണ് തോന്നുന്നു എടുത്തുകൊണ്ട് പോയത്. അക്ബറിൻ്റെ തന്നെ ഒരു മിസ്റ്റേക്കാണ്. കാരണം ഇത്രയും കഷ്ടപ്പെടുത്തെടുത്തൊരു സാധനം അക്ബറിന് ഒട്ടും സൂക്ഷിക്കാൻ പറ്റിയില്ല. ആ ഒരൊറ്റ മെയിൻ റീസൺ കാരണമാണ് ആദില അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയത്. അക്ബർ കുറച്ചും കൂടെ കെയർഫുൾ ആവുമായിരുന്നു. കാരണം ബാക്കി എല്ലാവരും അവരുടേതായിട്ടുള്ള പവൾ അത്രയും സൂക്ഷിച്ചു വെച്ചു. ആരും വേറെ എവിടെയും കൊണ്ട് വെച്ചൊന്നുമില്ല എനിക്ക് തോന്നുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ അക്ബർ ബെഡ് ഇത് വെച്ചു, ആദില അത് എടുത്തുകൊണ്ട് പോയി. അതെനിക്ക് തോന്നുന്നു ആദിലയും അനുമോളും എല്ലാവരും കൂടെ അത് ഷെയർ ഇട്ട് എടുക്കുക ചെയ്തത്. പിന്നെ പറഞ്ഞിട്ടൊരു കാര്യമില്ല, അക്ബർ എടുത്തത് രാവിലെ മുതൽ നമ്മൾ വെള്ളം കോരി വൈകുന്നേരം കല മുടക്കുക എന്ന് പറഞ്ഞ പോലെ ഇത് അത്രയും കഷ്ടപ്പെട്ടെടുത്ത സാധനങ്ങൾ അത് എടുത്തുകൊണ്ട് പോയി. എന്താ പറയുക, പിന്നെ കരഞ്ഞിട്ടൊന്നൊരു കാര്യമില്ലല്ലോ. അപ്പോൾ അതാണ്. എന്താണെങ്കിലും അല്ലെങ്കിൽ അക്ബർ നന്നായിട്ട് പോയിന്റ് വരുമായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ഇന്നലത്തെ ടാസ്കിലും ആര്യനാണ് കൂടുതൽ പോയിന്റ്സ് കിട്ടിയുള്ളത്. അപ്പം മിക്കവാറും എനിക്ക് തോന്നുന്നു എല്ലാ ടാസ്ക് തീരുമ്പോഴും എന്താ പറയുക ആര്യനായിരിക്കും ഏറ്റവും കൂടുതൽ പോയിന്റ്സ് കിട്ടാൻ ചാൻസ് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എന്താണെങ്കിലും അതാണ് ഇന്നത്തെ ടാസ്ക്. ഇന്നത്തെയും കൂടെ നോക്കിയിട്ടായിരിക്കും ഇനി വരിക. അപ്പോൾ അതായിരുന്നു ഇന്നലെ നമ്മൾ കണ്ടിരുന്നത്. എന്നിട്ട് നെവിൻ കുറേ ഇഷ്യൂസ് ഉണ്ടാക്കുന്നുണ്ട് അനുമോളുടെ അടുത്ത്, എന്താ പറയുക മാന്തിയെ കുറിച്ചിട്ടൊക്കെ ആയിട്ട്. അങ്ങനെ ആ ടാസ്ക് എങ്ങനെയൊക്കെയോ കഴിഞ്ഞു പോയി. ഇനി അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ലാസ്റ്റ് കണ്ടിരുന്നത് ഈ പറഞ്ഞ പോലെ രാത്രി എല്ലാവർക്കും വിശക്കുന്നു, 1-2 പേർക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞിട്ട് അനുമോള് പോയി കിച്ചണിൽ പോയി ഓംലെറ്റ് എന്തൊക്കെയോ ഉണ്ടാക്കുന്നതും കാര്യങ്ങളൊക്കെയാണ്. എനിക്ക് തോന്നുന്നു ആര്യന് വേറെ ആരും കൂടെ കഴിച്ചിട്ടുണ്ട്. പിന്നെ ആതിരയ്ക്കും നൂറയ്ക്കും വേണ്ടിയിട്ട് 2 ഉണ്ടാക്കി പോവുക. അതിൻ്റെ ഇടയ്ക്ക് നെവിൻ പ്രശ്നം ഉണ്ടാക്കുന്നതൊക്കെയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഷാനവാസ് പറയുന്നുണ്ട്, കാരണം കിച്ചൺ ടീം ലീഡറിനോട് ക്യാപ്റ്റനോട് അനുമോള് പെർമിഷൻ ചോദിച്ചിട്ടില്ല അവിടെ പോയി ഫുഡ് ഇതുണ്ടാക്കിക്കോട്ടെ എന്നുള്ളത്. അനുമോള് കിച്ചൺ ടീമിൻ്റെ ഭാഗമാണെങ്കിൽ പോലും ക്യാപ്റ്റനോട് ചോദിക്കണം. അതില്ലാണ്ട് പോയി ഉണ്ടാക്കി കൊടുത്തു. ഇപ്പോൾ അനുമോളുടെ സ്ഥാനത്ത് ഇപ്പോൾ വേറെ ആരെങ്കിലും ആണെങ്കിൽ അനുമോൾ അവിടെ കയറി ഭയങ്കര ഒരു ഇഷ്യൂ ഉണ്ടാക്കിയാനെ. എല്ലാവരുടെയും റേഷനാണ്, അത് പ്രശ്നം ഉണ്ടാക്കരുത് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇഷ്യൂ ഉണ്ടാക്കിയാൻ അനുമോള്. പക്ഷെ അനുമോൾക്ക് എന്ത് ചെയ്യാം, കാരണം അനുമോളുടെ വിചാരം അനുമോളുടെയാണ് ആ ഒരു കിച്ചൺ, അനുമോളുടെ ആധിപത്യത്തിലാണെന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് ആളെല്ലാ കാര്യങ്ങളും ആ കിച്ചണിൽ ചെയ്യുന്നത്. കാരണം ആൾക്ക്
എന്തും ചെയ്യാം, വേറെ ആൾക്ക് ചെയ്ത് കഴിഞ്ഞാണ് ആൾ ഇഷ്യൂ ഉണ്ടാക്കുന്നത്. എനിക്ക് പല എപ്പിസോഡ് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അപ്പോൾ എന്താണെങ്കിലും അതിന് ശേഷം പിന്നെ എല്ലാവരും ഭയങ്കര ഇഷ്യൂ ഉണ്ടാക്കുന്നുണ്ട്. ഈവൻ ആദിൽ നൂറിൻ പോലും അനുമോളുടെ എഗൻസ്റ്റ് ആയിട്ടാണ് നിന്ന് പറഞ്ഞത്. നീ ആരാണ്, അമ്മയാണോ, ഇങ്ങനെ പറയുമ്പോഴേക്കും പോയി ഉണ്ടാക്കി കൊടുക്കാൻ, അത് എല്ലാവർക്കുള്ള റേഷൻ അല്ലേ, അറ്റ്ലീസ്റ്റ് ക്യാപ്റ്റനോട് ചോദിക്കട്ടെ. ഈവൻ ഷാനവാസും പറയുന്നുണ്ട്, ചോദിക്കാണ്ട് ഇത് എൻ്റെ മുമ്പ് കൂടെ പോയിട്ടാണല്ലോ ഉണ്ടാക്കിയതെന്നൊക്കെ പറഞ്ഞിട്ട് രാത്രി ഭയങ്കര ഡിസ്കഷനും കാര്യങ്ങളായിരുന്നു. എന്നിട്ട് അനുമോൾ അതിന് ശേഷം പറയുന്നുണ്ട്, ഇത് ഞാൻ ഈ കിച്ചണിൽ കയറില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഡയലോഗൊക്കെ ചെയ്തിട്ട് പോകുന്നുണ്ട്, ഡയലോഗൊക്കെ അടിച്ച് പോകുന്നുണ്ട്. അപ്പോൾ ഇന്നലെ എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിലും കിച്ചണിൽ ഉള്ള ഇഷ്യൂ ആയിരുന്നു. കാരണം പാലും തൈരും അവർക്ക് നമ്മൾ കണ്ടു ഒരു ദിവസം മുമ്പ് അവർക്ക്, കാരണം കഴിഞ്ഞ വീക്കിൽ എപ്പിസോഡിൽ ലാലേട്ടൻ പറയുന്നുണ്ട് ഇവർക്കുള്ള പ്രോട്ടീനും ഇത് കുറവായത് കാരണം ഞാൻ ബിഗ് ബോസിനോട് പറയാം കുറച്ച് പ്രോട്ടീൻ കാര്യങ്ങൾ കൊടുക്കാൻ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവർക്ക് പാലും കുറച്ച് മുട്ടകളും കൊടുക്കുന്നുണ്ടായിരുന്നു നമ്മളൊരു എപ്പിസോഡിൽ കണ്ടു. അപ്പോൾ അതിൻ്റെ പാല് ഒരു ദിവസം ഇന്നലെ അവർ ചായ ഇടാനാണ് തോന്നുന്നു, പാലാക്കിയപ്പോൾ അത് തൈരായി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇഷ്യൂ ആയിരുന്നു. പാലാണോ തൈരാണോ എന്നുള്ളത് ഇവർക്ക് മനസ്സിലായില്ല. അത് അനുമോൾക്ക് അറിയായിരുന്നു അത് പാലാണ്, പക്ഷെ അത് കേട് വന്ന് തയ്യാറായതാണ്, അത് മറ്റുള്ള ആൾക്കാരോട് പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇഷ്യൂ എപ്പിസോഡ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നല്ല നമ്മൾ കണ്ടിരുന്നു. എന്നിട്ട് പിന്നെ അവസാനം ബിഗ് ബോസ് തന്നെ ഇവർക്ക് എക്സ്ട്രാ 2 പാക്കറ്റ് പാല് കൊടുത്തു. അപ്പോൾ അതാണ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഈ ഒരു ഇഷ്യൂ ആയിട്ടാണ് തുടങ്ങിയത്. അവസാനം ബിഗ് ബോസിന് തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇതിപ്പോൾ പാല് കൊടുത്തതും മുട്ട കൊടുത്തതും ഇന്നലെ ഫുൾ തല്ല് കിച്ചൺ ഇഷ്യൂ ഇതായിരുന്നു. പാലിൻ്റെ പേരിലും ഇന്നലെ ഇഷ്യൂ ഉണ്ടായിരുന്നു സ്റ്റാർട്ടിങ്. അതേപോലെ എപ്പിസോഡ് തീരുമ്പോൾ നൈറ്റ് ടൈമിൽ മുട്ടയുടെ പേരിലായിരുന്നു ഇഷ്യൂ. അപ്പോൾ എന്താണെങ്കിലും ബിഗ് ബോസിന് മനസ്സിലായിട്ടുണ്ടാവും ഇവർക്ക് കൊടുത്തത് തന്നെ പിഷ്യൂ ഉണ്ടാക്കാനാണോ എന്ന ഒരു തോട്ട് ബിഗ് ബോസിൻ്റെ മനസ്സിലുണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നലത്തെ എപ്പിസോഡിൽ മെയിനായി കണ്ടത്. പിന്നെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോ എനിക്ക് തോന്നുന്നു അധികം ആൾക്കാരും കണ്ടിട്ടുണ്ടാവുമായിരിക്കും. അതിൽ ഇവർക്ക് 30 ഡേ ടാസ്ക്കാണ്, എന്തോ കോയിൻസ് എന്തോ കളക്ട് ചെയ്ത് ഉള്ളൊരു ടാസ്ക്കാണ് മറ്റുമാണ് 7ൻ്റെ പണി അങ്ങനെ എന്തൊക്കെയോ ഉള്ളത് എന്നാണ് തോന്നുന്നു. ചില ആൾക്കാർക്ക് പോയിൻറ്റ്സ് കിട്ടും, ചില ആൾക്കാർക്ക് പണി കിട്ടും, അങ്ങനെ എന്തൊക്കെയാണ്. എന്താണെങ്കിലും അത് വലിയ ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നലത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് ഞാൻ നാളെ വരാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ബൈ.